എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം കാണുന്നത് സുനിലോജി ഇവിടുന്ന് ബോംബെറിഞ്ഞ്, അവിടുന്ന് ഹക്കീം മിസൈൽ വിട്ട്, അവിടുന്ന് അനന്ത് സൈനൈഡ് പെറുക്കി എറിഞ്ഞ്, ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വിശദീകരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹൈപ്പ് ബട്ടൺ വരുവാണെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. കമൻറ്റ് ഇട്ടാൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഇന്ന ആളാണ് ഇത് കാണേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. സോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അതോടൊപ്പം തന്നെ നമുക്ക് റീച്ച് ഉണ്ടാവാനും നിങ്ങളുടെ ഒരു കമൻറ്റ് സഹായകരമാകും. ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് കേട്ടോ. അപ്പോൾ കൂടുതൽ ലൈവ് പിടിപ്പിച്ചോളാകത്തില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ കാസറ്റിലെ ഹക്കീമും അതുപോലെ തന്നെ ഡോക്ടർ അനന്തും പല ആൾക്കാരെയും എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അൻവിൻ ജോസിനെ എക്സ്പോസ് ചെയ്തതാണ് ഇതിപ്പോൾ ഇതിനെല്ലാം തിരികൊളുത്തിയൊരു സാധനം. അൻവിൻ ജോസ് എന്ന് പറയുന്ന വ്യക്തി വളരെ സമ്പന്നനായ ഒരു ജീവിതമാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നതും അതിലൂടെ ഇവർ ഒരുപാട് തരത്തിലുള്ള സ്കാമുകൾ നടത്തുന്നുണ്ടെന്നുള്ളതായിരുന്നു ഈ അനന്തുവിൻ്റെയും അതുപോലെ തന്നെ ഹക്കീമിൻ്റെയൊക്കെ ഒരു വാദം. അതിന് ഇതുവരെ തെളിയിക്കാനോ അതിന് കറക്റ്റായിട്ടുള്ളൊരു തെളിവ് നിരത്താനോ അവർക്ക് സാധിച്ചിട്ടില്ല. കുറേ അലിഗേഷൻസ് പെട്ടാന്ന് ഇട്ട് കൊടുക്കുകയാണ് മെയിനായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞു വന്ന സമയത്ത് ഇവർ പല ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ മറ്റേ മന്തുള്ളവൻ ഇതിങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും ഒരു കാലില്ലാത്തവൻ മന്തുള്ളവനെടാ എന്ന് വിളിക്കുന്ന പോലെയാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്കെതിരെ ഇതിനു മുമ്പ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കേസുകളും കാര്യങ്ങളും കൂട്ടങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഇവരിപ്പോൾ ഒരു കോടതി പോലെ ആക്ട് ചെയ്ത് ഞാനാണ് ഇവിടുത്തെ സൊസൈറ്റി, ഞാനാണ് ഇവിടുത്തെ കോടതി എന്നുള്ള രീതിയിലാണ് ഇവരുടെ പലതരത്തിലുള്ള വീഡിയോയുടെ പ്രതികരണങ്ങളും വരുന്നത്. എന്നാൽ ഇവർ നല്ല കാര്യങ്ങളും എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിച്ച് ഒരുത്തം വന്നിട്ട് ആര്യൻ്റെ ചാറ്റ് അതെന്നാ പിടിച്ചോ ചാറ്റ് സ്ക്രീൻഷോട്ട് ഇട്ട് പട്ട എടുത്ത് ചാമ്പി കൊടുത്ത്. അതുപോലെ തന്നെ വേറൊരാൾ വന്നിട്ട് ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു എന്നാ പിടിച്ചോ ഇന്നാളുടെ, ഇങ്ങനെയാണ് ഇവരുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ പോകുന്നത്. അതിൻ്റെ പിന്നൊരു പ്രോപ്പറായിട്ടൊരു റിസർച്ച് വർക്ക് പല സമയത്തും ഇല്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിലോജിയെ ഇവർ എക്സ്പോസ് ചെയ്തു. സുനിലോജി എന്ന് പറയുന്ന ആൾ ഈ അനീഷ് മരടനീഷ് ഒരു സമയത്ത് മരടനീഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗുണ്ട അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹമാണ് ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന മുന്തിയിനെ ലഹരികളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നൊരു സാധനം പറയുകയും അതിനെ ചൊല്ലി ഇദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യാനായിട്ട് ഈ ഹക്കീം ഇറങ്ങിത്തിരിക്കുകയും ഇദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യുകയും ഈ എക്സ്പോസിനെതിരെ ഈ OG സുനിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും ചെയ്തു. ഇതാണ് പ്രധാന സംഭവം. ആദ്യം നമുക്ക് ഹക്കീം OGനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത് നമുക്കൊന്ന് കേൾക്കാം. നമ്പർ 8 ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുത്ത് തുടർന്ന് ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട സൈജു തങ്കച്ചന്റെ ചേസിംഗിലൂടെ ആക്സിഡന്റായി മരണപ്പെട്ട മോഡൽസുകൾ ആരും മറന്നിട്ടുണ്ടാവില്ല. മദ്യവും ലഹരിയും വിളമ്പുന്ന ലൈംഗിക ചേഷ്ടകളെ വിൽപ്പന ചെയ്യുന്ന നമ്പർ 8 ഹോട്ടലിലെ ദുരൂഹതകൾ ആദ്യം പുറത്തു പറഞ്ഞത് അന്ന ജോൺസൺ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറാണ്. നവംബർ 1 2 കുട്ടികൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒക്ടോബർ 21 ഇത് ഇവര് ഒരുപാട് തവണ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് നീതിയൊന്നും കിട്ടുന്നില്ല. അതെന്താണെന്ന് നമുക്കറിയാമല്ലോ. എനിക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് മൊഴിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത്? ഇതുവരെ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ വരും ഇതെല്ലാം തുറന്നു കാട്ടും. അന്ന് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. നിങ്ങൾ പേടിക്കുക തന്നെ വേണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവന്മാർ എഡിറ്റിംഗ് അത് കിഡോസ്കിയാണ്, ക്രാഷ് കോഴ്സ് എല്ലാം പറയണത്. ഇതുപോലെ ചെയ്യുന്ന എങ്ങനെ ഈ എഫക്റ്റ് എങ്ങനെയാണ്? ഇത് കൊള്ളാം. എഡിറ്റിങ്ങിനകത്ത് നമ്മൾ വിശ്വസിച്ചു പോകും ഇവർ പറയുന്നത് ശരിയാണെന്നുള്ളത്. ഇവർ പറയുന്നത് ശരിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചോട്ടോ. എല്ലാം തെറ്റാണെന്നല്ല. നിർണായകമായ പല സത്യങ്ങളും അന്ന ജോൺസൺ പറയുന്നുണ്ട്. ബിസിനസ് മീറ്റിംഗ് എന്ന പേരിൽ പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന അഞ്ജലി റീമാദേവാണ് അന്ന ജോൺസണെയും പെടുത്തിയത്. അഞ്ജലി റീമാദേവിനെ പോലെയുള്ളവരെ വളർത്തുന്നതിൽ എടുത്തു പറയേണ്ട പേരാണ് സുനിലോജി. അഞ്ജലി റീമാദേവ് എന്ന ക്രിമിനലിനെ പോലെ എത്ര പെൺകുട്ടികളുടെ രക്ഷകനാണ് സുനിലോജി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷകനിൽ നിന്ന് തുടങ്ങി പലതിനും പെൺകുട്ടികളെ യൂസ് ചെയ്യും. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ഇതാണ് മരടനീഷ്. പുള്ളിക്കാരൻ ഇത് പറഞ്ഞതാണ് ഇവര് പലരും ഇത് കുത്തിപ്പൊക്കാനുണ്ടായ കാരണം. ഓക്കെ, അപ്പൊ അനീഷേട്ടൻ പറ. ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ OG സുനിൽ. ആദ്യം ഒരു മെന്ററായി തുടങ്ങും പെൺകുട്ടികളുടെ ജീവിതത്തിൽ. സുനിലോജി ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടും. പിന്നീട് OG കാന്താരി എന്ന തന്റെ ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തും. പിന്നീട് തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്തിയെടുക്കും. OGക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗേൾസിനെ മാത്രമേ അവിടെ വേണ്ടൂ. അത് ഭയങ്കര ലീൻ ആയിട്ട് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഗേൾസിനെയാണ് OG ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പെണ്ണുങ്ങളെ സുഖിപ്പിക്കാൻ നല്ല ഈസി ആണെന്നാണ് പുള്ളി പറയാം. മാനിപ്പുലേഷൻ ആണ് മെയിൻലി ഈ സമയങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം തയ്യാറായി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പൈസയ്ക്ക് വേണ്ടിയും ആർഭാടത്തിന് വേണ്ടിയും സ്വയം സുനിലോജിയെ തേടിയെത്തുന്നതിന് പുറമെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് സുനിലോജി സ്ത്രീകളെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടി അയാളുടെ പുറകെ പോകുന്ന പെൺകുട്ടികളെ നമ്മൾ എക്സ്പോസ് ചെയ്യണ്ടേ? ഈ സുനിലോജി എന്ന് പറയുന്നവൻ കുറേ കാശും മദ്യവും മയക്കുമരുന്നും ലഹരിയും തരാം ബായോ എന്ന് പറയുമ്പോൾ ഓടി ചെല്ലുന്നതിൻ്റെ കാരണം നോക്കി പോയിക്കണ്ടേ?
അതില്ല, നമുക്ക് ഓജിയെ മാത്രം മതി. പറ, ഓജി പറ. കഴിഞ്ഞ 6 വർഷമായിട്ട് സുനിലോജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന കരോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇൻവോൾവ്മെന്റ് സുനിലോജിയുടെ പല ആക്ടിവിറ്റീസിലുമുണ്ട്. ഈ കരോൾ എന്ന് പറയുന്ന പെൺകുട്ടീനെ എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ പേര് വലിച്ചിട്ടു, അദ്ദേഹത്തിന്റെ സ്റ്റാഫിന്റെ പേര് വലിച്ചിട്ടു എന്ന പേരിലാണ് ഇപ്പോൾ സുനിലോജി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നെ നീയൊക്കെ അപരാധം വേണമെങ്കിലും പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ സ്റ്റാഫിനെ പറഞ്ഞു കഴിഞ്ഞാൽ പല കവാലടിച്ച് തിരിക്കും എന്നൊരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ വന്നിട്ട് പുള്ളിക്കെതിരെ പറഞ്ഞതിനും എല്ലാം പുള്ളിക്കാരൻ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാം. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സുനിലോജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് കരോളാണ്. അതായത് OG എന്ന് പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയാസ് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. സോ ഏതെങ്കിലും ഇപ്പൊ ഒരു പാർട്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ OGക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കാരലായിക്കും പോയിട്ട് മിണ്ടി ഇൻസ്റ്റഗ്രാം ഒക്കെ തപ്പി OGനെ പരിചയപ്പെടുത്തി കൊടുക്കുക. കരോളാണ്. ഇതിൽ നിന്നും കരോളോ ആ പെണ്ണിന് എന്തരാണ് ലാഭം? കൊള്ളാം, ശമ്പളമായിരിക്കും അല്ലേ? ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇവർ പറയുന്ന അലിഗേഷൻ വെച്ചിട്ടാട്ടോ പറയുന്നത്. ഒരു പെണ്ണ് ഇയാൾക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുമ്പോഴത്തേനും നമ്മുടെ കേമാണെന്നും പറഞ്ഞിട്ട് ഈ പെണ്ണ് പോയി വളച്ച് ഇയാൾക്ക് എത്തിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഈ സാധനം എക്സ്പോസ് ചെയ്തതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടിക്ക്, സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ശരിക്കും അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് പുറം ലോകം അറിയുമ്പോഴത്തേനും ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന നാണക്കെട്ട് മാനഹാനിയെ തുടർന്നിട്ടാണ് അവരിപ്പോൾ രംഗത്ത് വന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, നമ്മൾ സത്യസന്ധരാണെന്നാണ് അവരുടെ വാദവേ. സുനിലോജിക്ക് വേണ്ടി പല പെൺകുട്ടികളെ മെസ്സേജ് അയച്ച് സുനിലോജിയുടെ അടുത്തോട്ട് എത്തിക്കും. I was 25 when I meet him. ഞാൻ പുള്ളി ആരെ അറിയാതെയായിരുന്നു മീറ്റ് ചെയ്ത് കഴിഞ്ഞാണ് തന്നെ ഹി ടുക്ക് മീ ടു ഷോപ്പിംഗ്. ഉടനെ അയാളുടെ കൂടെ ഷോപ്പിങ്ങിന് കെട്ടിപ്പറിക്കി അങ്ങോട്ട് പോയി. ഒരു പെണ്ണയച്ച മെസ്സേജാ. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു ആൻഡ് ഹി ഹിംസെൽഫ് സെലക്റ്റഡ് ദെൻ ഐ വാസ് ഓൾസോ ഓക്കെ വിത്ത് ദറ്റ്. അയാൾ എൻ്റെ ഡ്രസ്സിങ് സെൻസ് മാറ്റാൻ പറഞ്ഞ് അയാൾ എനിക്ക് മേടിച്ചെന്ന്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ഈ മെസ്സേജ് അയച്ച പോലത്തെ പല പെൺകുട്ടികളും ഇവൻ്റെ കയ്യിലെ കാശ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇയാളുടെ കയ്യിലെ ആർഭാട ജീവിതം കണ്ടിട്ട് അതിനെല്ലാം താളം തുള്ളിയിട്ട് അതിനുശേഷം ഞാൻ റൂമിൽ വന്നൊരു കെട്ടിപ്പിടുത്തം മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. അപ്പോൾ എന്നെ കയറി ആക്രമിച്ചു എന്ന് പറയുന്നത് ശരിയില്ല. മാന്യമായിട്ട് പോയൊരു പെൺകുട്ടിയെ പിടിച്ച് റേപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു. പക്ഷേ അവരുടെ ആർഭാട ജീവിതത്തിന് വേണ്ടി കണ്ടൊരു കളവനെ കളവനെ വളച്ചേക്കാന്ന് പറഞ്ഞ് പോയ പെണ്ണുങ്ങളൊന്നും നല്ലതാണെന്ന് ഞാൻ പറയൂല കേട്ടോ. പിന്നീട് ഇവരെ ഡ്രഗ്സിനെ അടിമപ്പെടുത്തി അതിനോ പക്ഷേ ഗേൾസിന് അറിയാം ഇതൊരു ട്രാപ്പാണെന്ന്. വൺസ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമായാൽ ബാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പുള്ളി ഗേൾസിന് ഇഷ്ടം പോലെ ക്യാഷ് കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് വരുന്നു. പക്ഷെ ആക്ച്വലി പുള്ളിക്ക് കണക്ക് വെച്ചാണ് കൊടുക്കുന്നത്. ഇല്ല, അയാൾ മറ്റേ ഡോളേഴ്സ് ഇങ്ങനെ പറപ്പിച്ച് വിടും. മങ്കത്തടാ ടൊട്ടോ. അയാൾ പൈസ ഉണ്ടാക്കുന്ന ഇത്തരം മാർഗത്തിലൂടെ ആണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അയാൾ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നൊന്നും അറിയില്ല. ഉണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അതിന് റിട്ടേൺ എടുക്കാൻ നോക്കത്തുള്ളൂ. അല്ലാതെ ഈ പെൺകുട്ടി പറയുന്ന പോലെ കണക്കൊന്നുമില്ല. വരുന്ന പെൺകുട്ടികൾക്കെല്ലാം ഭാര്യ അങ്ങ് കൊടുക്കുക എന്നൊരു സെറ്റപ്പ് ആയിരിക്കില്ല. അയാൾക്ക് അതിൽ നിന്ന് പലതരത്തിലുള്ള ലാഭങ്ങളുണ്ടാകും. അപ്പോൾ അയാളെ പോലുള്ളവരുടെ കെണിയിൽ നിങ്ങൾ വീഴാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും അതിനെതിരെയുള്ള ലീഗൽ ആക്ഷൻസ് എടുക്കുക. അതിനെതിരെ നിങ്ങൾ അന്നേരം പ്രതികരിക്കുക. അല്ലാതെ അയാൾ മദ്യം തന്നു കുടിച്ചു, ലഹരി തന്നു കഴിച്ചു, അയാൾ ഷോപ്പിങ്ങിനുണ്ടേ പോയി, അയാൾ സാധനം മേടിച്ചെന്ന് ഇട്ട്, അയാൾ കണക്ക് വെച്ചു എന്ന് പറയുന്ന ഈ പെൺകുട്ടികളൊന്നും ആരും നെഗറ്റീവായിട്ട് പറയുന്നത് ഞാൻ കണ്ടില്ല. അതിനൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. സുനിലോജിയുടെ പ്രവർത്തികൾ പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഇതിനെതിരെ സുനിലോജി പ്രതികരണമായിട്ട് രംഗത്ത് വന്നു. സുനിലോജിയുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ കരോൾ ഉണ്ടല്ലോ, കരോളിനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരുമാതിരി പരിപാടി കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കരോൾ പറയുന്നത് കേൾക്കാം. മറ്റൊരു കാര്യം മാത്രമേ ലാസ്റ്റിൽ പറയാനുള്ളൂ. പ്ലീസ് ഇങ്ങനെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ആരെ കുറിച്ചും ഇങ്ങനെ ഇടാൻ പാടില്ല. അവർ ഫാമിലിയും ഞങ്ങളും അനുഭവിക്കുന്ന ട്രോമ പ്ലീസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. താങ്ക് യു. കരോള് പറഞ്ഞ കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊന്നും ആരും പറയാൻ പാടില്ല. ഈ സുനിലോജിയുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികൾ എന്തൊക്കെ തോന്നിയ ദിവസമാണ് ഈ റീൽസ് വരുമ്പോൾ കാണിക്കുന്നത്. മദ്യം എടുക്കുന്നു, അയ്യോ. ഈ മദ്യത്തിൻ്റെ ചുറ്റും നിന്ന് നിങ്ങൾ ഈ ഡാൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേനും ഈ വിഷമമൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഞാൻ സുനിലോജിയുടെ കൂടെ ഒന്ന് മദ്യപിക്കുക, നമ്മുടെ വീട്ടുകാർ ഹാപ്പി കേട്ടോ, അവൾ സുനിലോജിയുടെ കൂടെ മദ്യപിക്കുക. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതെടുത്തും വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും അത് പറ്റത്തില്ല, സുനിലോജിയുടെ കൂടെ മദ്യപിക്കുന്ന കുഴപ്പമില്ല, പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള സാധനമാണ്. ഇതിനകത്ത് ഈ കരോൾ എന്ന് പറയുന്ന പെൺകുട്ടി ശരിക്കും ഇത്തരത്തിലുള്ള സംഭവം ചെയ്തോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. നമ്മൾ സംസാരിക്കുന്നത് ബേസിക്കലി ഹക്കീമിൻ്റെ വീഡിയോയും സുനിലോജിയുടെ പ്രതികരണം വെച്ച് മാത്രമാണ്. കാരണം ഇതിൻ്റെ ഒന്നും തെളിവുകൾ ഇവരാരും പുറത്തു കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അവനെ എക്സ്പോസ് ചെയ്യുന്നു ഇവനെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതിൻ്റെ ഒന്നും പ്രൂഫുകൾ നമുക്ക് മുമ്പിലേക്ക് വരുന്നില്ല. ഞങ്ങളിപ്പോൾ മിസൈൽ വിടും, ഇപ്പോൾ വെടിക്കുറ്റി വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ മറ്റേ ഉച്ചാപ്പി പടക്കമാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സുനിലോജിയുടെ ബാക്കിയാണ്. ഞാൻ ഡ്രഗ് കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം കാര്യങ്ങൾ എനിക്ക് കൺസിഡർ
ഞാനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇട്ടോട്ടെ, അവരും ജീവിക്കട്ടെ, അവരുടെ വ്യൂവേഴ്ഷിപ്പ് കൂടും, അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ തീരെ റിയാക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇത് അതാ പുള്ളി പറഞ്ഞ കറക്റ്റ് ആട്ടോ. ഇത്രയും അലിഗേഷൻ പല തവണയായിട്ട് പലരും പറഞ്ഞിട്ടും ഹോട്ടൽ നമ്പർ 18 ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ഈ പുള്ളി പ്രതികരിച്ചിട്ടില്ല. പല ആൾക്കാരും അത് സത്യമായിട്ടായിരിക്കും ഇയാൾ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെയല്ല, എനിക്കതൊന്നും പ്രതികരിക്കണം, നീയൊക്കെ സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിക്കാം. കഴിഞ്ഞ 4 ദിവസം മുമ്പ് എൻ്റെ ഒരു എംപ്ലോയിയുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കീം എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്തു. അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച് വളരെ ഒരു അത് സാഡ് സീനായിട്ട് മാറി. അപ്പോൾ ഈ പുള്ളിക്കെതിരെ ഓൾറെഡി കാലാകാലങ്ങളായിട്ട് താങ്കൾ ലഹരി പദാർത്ഥങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന സെല്ല് ചെയ്യുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നു. അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇയാളൊരു ബാർ നടത്തുന്ന ആളാണ്, സ്വാഭാവികമായിട്ട് ഇയാൾ മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അപ്പം മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളുടെ കൂടെ അത് കുഴപ്പമില്ല. ഇതാണ് ഇയാൾ ചെയ്യുന്ന സാധനം ഒന്ന് ഒരുത്തം വന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും കൂടെ നിന്ന ഒരാളുടെ പേര് പുറത്തു വന്നത് പ്രശ്നമായി. അത് ആ പെൺകുട്ടി പറയുന്നത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇത്തരത്തിൽ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റുമായിട്ട് പോയി. ഈ പുള്ളി പോലീസിൽ കംപ്ലൈൻറ്റുമായിട്ട് പോയിട്ടുണ്ട്. അയാൾക്കെതിരെ ഹക്കീമിനെതിരെ FIR ചാമ്പിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. അത് എത്ര ലീഗൽ ടീം ഉണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് നോൺ ബെയിലബിൾ. ഓക്കെ, നോൺ ബെയിലബിൾ ഒഫൻസ് വെച്ച് ചാമ്പിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹക്കീമിനെ എൻ്റെ കാസറ്റിലെ ഹക്കീമിനെ പല ആൾക്കാരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാട്ടിൽ കാല് കുത്തി കഴിഞ്ഞാൽ ആർജി കീറുകളെയും കഴുക പൈലെന്നൊരു സാധനത്തിൽ പല ആൾക്കാരും നിൽപ്പുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പോലീസുകാരും കാത്തിരിക്കുന്നൊരു നിലയിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഈ OG എന്ന് പറയുന്ന ഇദ്ദേഹം അതീവ സമ്പന്നനാണ്. അദ്ദേഹത്തിന് അതിഭീകരമായ പിടിപാടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന അലിഗേഷനൊക്കെ കൃത്യമാണെങ്കിൽ മാത്രമേ ഇതൊന്ന് പറയാവുള്ളൂ. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ ഒരു ഊഹാപോഹം വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഇത് പറയാൻ നിൽക്കുക. കാരണം ഇവരുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഇതുപോലത്തെ ഊഹാപോഹ കഥകൾ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. 101% നിർത്തിച്ചിരിക്കും. ആരുടെ എതിരാണെങ്കിലും, ഏത് ഗേൾസിന്റെ എതിരാണെങ്കിലും, അത് ആർക്ക് വേണ്ടിയില്ല, ഞാൻ തന്നെ അതിന്റെ ബാക്കിലുണ്ടാവും. അത് പറഞ്ഞ സെറ്റപ്പ് എന്താണെന്നറിയോ? ഏത് ഗേൾസിനെതിരെ അലിഗേഷൻ വന്നാലും ഞാൻ പോയി നെഞ്ചും വിരിച്ച് നിൽക്കുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ ചുമ്മാ പുരുഷനൊന്ന് വലിച്ചേക്കാം എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുന്നുണ്ട്. മറ്റൊരു പുരുഷനെ കണ്ടെന്ന ഭർത്താവിനൊരു തേപ്പ് കൊടുത്തേക്കാം, ഒരു ചാമ്പ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. സോ മനസ്സിലാക്കുക, എല്ലാ സ്ത്രീകളും പുണ്യാളകളല്ല. നിങ്ങൾ നല്ല സ്ത്രീകളുടെ കൂടെ നിന്നോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കേസ് നടത്താൻ വകുപ്പില്ലാത്ത ഒരാളുകളെ മറ്റൊന്നും നിങ്ങൾ പ്രതിഫലം ഇച്ഛിക്കാതെ പോയി നിന്നു, യാതൊരു കുഴപ്പമില്ല. അല്ലാതെ ലോകത്തുള്ള സകല പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിങ്ങളുടെ കഴുത്തെ കൂടെ കുരുക്ക് വീഴും. ഇനി നമുക്ക് ഇതിനെതിരെ വന്ന ഇവരുടെ ഒരു പ്രൊമോഷൻ കാണാം. ആരുടെ? ഡോക്ടർ അനന്തുവിൻ്റെ ഒരു പ്രതികരണം. ഇദ്ദേഹത്തിൻ്റെ OG കാന്താരീസ് എന്ന് പറയുന്ന ബാറിലാണ് ഈ ഒരു സെറ്റപ്പ് വിളിച്ചത്. ബാറാണോ പബ്ബാണോ അവിടെയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രതികരണം. ഇപ്പൊ 2 ഗ്യാങ്ങായിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. രണ്ടും കോടതികളാണ് കേട്ടോ. അത് എൻ്റെ ഹക്കീം ആൻഡ് ഡോക്ടർ അനന്തു കോടതി, ഇത് OG കോടതി. നമുക്ക് കാണാം. സുനിലോജി ആളെ മീതം 15,000 രൂപ കൊടുത്തിട്ട് കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വീഡിയോ എടുപ്പിക്കുന്നത്, കുറെ പൈസ തന്നു കഴിഞ്ഞാൽ എന്ത് റിപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ സുനിലോജിയുടെ വിചാരം എന്താണ്? ഇതാണ് ബോംബും മിസൈലും ആണെന്നാണോ? ഇതാണ് അനന്തുവിനെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കും. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇതാണ് ഞാൻ പറഞ്ഞത്, ചുമ്മാ അലിഗേഷൻസ് അങ്ങ് വിടുവാണ്. 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുറേ അമ്മമാർ വന്നു 15,000 രൂപ കൊടുത്തിട്ട് വിളിച്ചു വരുത്തി. ഇത് റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് പോലത്തുള്ള ചാനലുകൾ ഉൾപ്പെടെ ഇവർ പറയുന്നുണ്ട് 15,000 രൂപയ്ക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ 15,000 രൂപ അവർ മേടിച്ചു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയാൻ. ഇത് അൻവിൻ്റെ വീഡിയോയിലായാലും ഇദ്ദേഹം കുറേ അലിഗേഷൻസ് അഴിച്ചഴിച്ച് വിടുമായിരുന്നു. ഈ സാധനങ്ങൾക്കെതിരെ ഒന്നും പ്രൂഫില്ല. ഇതോടൊപ്പം തന്നെ ഒരു BMW കാറിനെതിരെയുള്ള ഒരു സാധനം പറയുകയും പിന്നീട് ആ BMW അല്ല ഇത് മറ്റേ BMW ആണെന്ന് തെളിയിക്കുകയും പുള്ളിക്കാരൻ വന്നിട്ട് അതെൻ്റെ തെറ്റാണ് എന്ത് സോറി എളിയെ പറയുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ വലിയ റീച്ചുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ പറയുന്ന വീഡിയോസ് പല ആൾക്കാരും കാണുന്നുണ്ട്. നിങ്ങൾ പല ആൾക്കാരെ എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാണ് ഇറങ്ങിത്തിരിക്കുന്നത്. സോ പറയുന്ന കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതിനകത്ത് പിഴവുകൾ വരാതെ പരമാവധി ശ്രദ്ധിക്കുക. ഇനി എനിക്ക് ഇവരോടുള്ള എതിർപ്പെന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രധാന വരുമാനം ഇത് തന്നെയാണ്. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരാളെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സാധനം ഇടുന്നു, ആ സാധനത്തിൻ്റെ തൊട്ടുപുറകെ പെയ്ഡ് പ്രൊമോഷൻ അവൈലബിൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സ്ഥിരം വിടും. അപ്പം മെയിനായിട്ടുള്ള സാധനം സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കി പലതരത്തിലുള്ള ആളുകളിലേക്ക് എത്തിക്കുക. അതിലൂടെ
പെയ്ഡ് പ്രൊമോഷൻ അവൈലബിൾ, പെയ്ഡ് പ്രൊമോഷൻ വിളിക്കുക. അതുകൊണ്ടാ ഇപ്പോൾ മിസൈൽ ഞാൻ പൊട്ടിക്കും, ഇപ്പം ഞാൻ ബോംബ് പൊട്ടിക്കും, ഇപ്പം ഞാൻ നെലുവാണം വിടും, പെയ്ഡ് പ്രൊമോഷൻ അവൈലബിൾ. ഈ സാധനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെയ്ഡ് പ്രൊമോഷൻ അവൈലബിൾ ചെയ്യുന്നതൊന്നും തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ മറ്റൊരാളെ എക്സ്പോസ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേന് നിങ്ങളുടെ ഭാഗം ശരിയാണോ എന്ന് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന പോയിന്റ്സ് എല്ലാം കൃത്യതയുള്ളതാണോ എന്ന് നോക്കുക. ഈ ചുമ്മാ കുറേ അലിഗേഷൻസ് പറയുന്ന പോലെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഫീൽ ചെയ്തത്. ഈ എൻ്റെ ഹക്കീം ഒരുപാട് നല്ല കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവിടുന്ന് അറ്റവും വാലും മുറിയും കേൾക്കുന്നുണ്ട് അതെല്ലാം പുള്ളി എടുത്തിട്ട് ചാമ്പുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ മറ്റു കുറേ വോയിസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ അതൊന്നും വെക്കുന്നില്ല. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. എന്താ ഇത് പറയും. കാണാം. ബൈ.